ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിൽ മോചിതയാവുകയാണ്. 14 വർഷം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ശിക്ഷ ഇളവ് കിട്ടുകയും ജയിൽ മോചിതയാവാൻ ഒരുങ്ങുകയാണ് ഷെറിൻ. നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ കാര്യം ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഫെബ്രുവരി മാസത്തിലെ ആദ്യ വാരത്തിൽ ഷെറിനെതിരെ സുനിത എന്ന സഹതടവുകാരി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇപ്രകാരമാണ്: ഷെറിന് ജയിലില് VIP പരിഗണനയാണെന്നും ഷെറിന് വളരെ വലിയ രീതിയിൽ തന്നെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റ് പല ബന്ധങ്ങളും ജയിലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുമായിരുന്നു ഇതേ സഹതടവുകാരിയായ സുനിത പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഷെറിന് കൃത്യമായി തന്നെ ഇപ്പോൾ ജയിലിൽ നിന്ന് മോചിതയാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യവും കൂടിയുണ്ട് കേട്ടോ. 2009 നവംബർ 7 ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തുന്നത്. ഷെറിനും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുന്നത്. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലുന്നത്. അതിലൊന്നാം പ്രതിയാണ് ഷെറിൻ. ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയാകുമ്പോൾ സുനിത പറഞ്ഞ ഈ വാക്കുകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേണം പറയാൻ. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് VIP പരിഗണന ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സഹതടവുകാരിയായ സുനിത പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഷെറിന് സ്വന്തമായിട്ട് ഒരു മേക്കപ്പ് സെറ്റ്, ഷെറിന് ആവശ്യമുള്ള രീതിയിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളെല്ലാം ഷെറിന്റെ മുന്നിൽ തന്നെ, ഷെറിന്റെ കൈവെള്ളയിൽ എത്തിച്ചു കൊടുക്കാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നുള്ളത് സുനിത പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ഷെറിന് എല്ലാവിധ സൗകര്യങ്ങളും ആ ജയിലിൽ ഒരുക്കി കൊടുക്കാൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു സുനിത പറഞ്ഞിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ജയിലിൽ കഴിയുന്ന മറ്റു പ്രതികൾക്കെല്ലാം തന്നെ ഒരു പായയും ഒരു പ്ലേറ്റും ഗ്ലാസും മാത്രം കൊടുക്കുമ്പോഴേക്കും ഷെറിന് നൽകുന്നത് തലേണ, പായ, മൊന്ത, അങ്ങനെ ഷെറിന് ആവശ്യമുള്ള എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഷെറിന് മൊബൈൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഷെറിന് ആരെ വേണമെങ്കിലും വിളിക്കാം, ആരോട് വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിനെല്ലാത്തിലുമുപരി സുനിത പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഷെറിനെ രാത്രി ഒരു 7 മണിയാകുമ്പോഴേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും, എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരികെ കയറ്റുന്നത്. സുനിതയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ കൂളിളക്കമാണ് സൃഷ്ടിച്ചിരുന്നത്. DIG പ്രദീപിന്റെ പേര് സുനിത എടുത്തു പറഞ്ഞിരുന്നു. വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും. വൈകിട്ടാണ് വരിക. ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ 1.5-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത്. 1 മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിന് എല്ലാ വിവരങ്ങളും ഉൾപ്പെടെ പരാതി നൽകി. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി. ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷേ അത് താൽക്കാലിക നടപടി മാത്രമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഷെറിൻ ജയിൽ മോചിതയാകുമ്പോഴേക്കും ഉയരുന്ന ചോദ്യങ്ങൾ ഒരുപാടാണ്. 2010 ജൂൺ 11 കാരണവർ കൊലക്കേസിൽ വിധി വന്നത്. ഇതേ ഷെറിന് 2012 മാർച്ച് 3 ഷെറിന് ആദ്യ പരോൾ അനുവദിക്കുകയും ചെയ്തു. അത് വലിയ വിവാദമായിരുന്നു. ഷെറിന് ഈ കാലയളവിൽ ഒരുപാട് തവണ ഷെറിന് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ള വസ്തുതയാണ്. തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ 8 തവണ പരോൾ നേടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 എണ്ണം അടിയന്തര പരോളുമായിരുന്നു. തിരുവനന്തപുരം ജയിലിലായിരിക്കെ ആരോപണങ്ങളെ തുടർന്ന് വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ സ്കോർപിയോ കാറിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയതും വിവാദമായിരുന്നു. ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് 2 വനിതാ പോലീസുകാരുടെ മാത്രം സാന്നിധ്യത്തിൽ ടാക്സിയിൽ കൊണ്ടുപോയത് പോലീസിനെ വീഴ്ചയായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഷെറിൻ ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലും പിന്നീട് നെയ്യാറ്റിങ്കര വനിതാ ജയിലിലുമായിരുന്നു. ഇവിടെ അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു. പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് അയച്ചു. ഏറെ വൈകാതെയാണ് പിന്നീട് ശിക്ഷ ഇളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ഷെറിൻ ഇടം പിടിച്ചത്. അങ്ങനെ പല ജയിലുകളിലായി മാറിക്കൊണ്ടിരുന്ന ഷെറിന് എല്ലാ ജയിലിലും ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഷെറിന്റെ ഭാവി എങ്ങനെയാണ്? ഷെറിൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയ പ്രസക്തമായ ഒരു ചോദ്യവും കൂടിയാണ്. കാരണം ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രതിയും കൂടിയാണ് ഷെറിൻ. ജയിലിനുള്ളിൽ വെച്ച് ഷെറിന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴായി റിപ്പോർട്ട് മുഖേനയും വാർത്താ മുഖേനയും ഒക്കെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അതെല്ലാം താൽക്കാലികമായ പല നടപടികളുമായി ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷെറിൻ ഇനി നേരെ പോകുന്നത് അമേരിക്കയിലാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട്.
എന്തൊക്കെയായാലും ഷെറിന്റെ ഈ ഒരു ജയിൽവാസ ജീവിതത്തിനിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നൊരു ഘട്ടത്തിൽ നിന്നാണ് സഹതടവുകാരിയായ സുനിതയുടെ വെളിപ്പെടുത്തൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്.